ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഗോൾഡിൻ്റെ പ്രൈസാണ്. ഓക്കെ, അപ്പം ഗോൾഡിൻ്റെ പ്രൈസ് അറിയാം. നമുക്ക് ഏതാണ്ട് നല്ല രീതിയിലുള്ളൊരു ഹൈയിലോട്ട് പോയിട്ട് ഏതാണ്ട് 1,00,000 രൂപയ്ക്ക് അടുത്ത് ഇപ്പോൾ നിൽക്കുകയാണ് ഗോൾഡ്. ഇനി നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഗോൾഡ് ഏത് രീതിയിൽ മൂവ്മെൻ്റ് ആവുമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പം പാറ്റേണാണ്. ഓക്കെ, അപ്പം ഇതിൽ നമ്മുടെ ടാർഗറ്റ് നമുക്കറിയാം. ഫസ്റ്റ് പോള്, അതേപോലെ ഫസ്റ്റ് പോള് ആ ഒരു ടാർഗറ്റ് കറക്റ്റ് നമുക്ക് അച്ചീവ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇപ്പോൾ അറിയാം, ഇന്നലെ തന്നെ നല്ല രീതിയിലുള്ളൊരു ക്രാഷ് വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ നോക്കി ചെക്ക് ചെയ്യാൻ അറിയാൻ പറ്റും. നമുക്ക് ആ ഒരു ലൈൻ മുകളിലോട്ട് പോയിട്ട് അത് ഡേ ക്യാൻഡിൽ നമുക്കത് ക്ലോസ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു ലൈനിൽ മുകളിലോട്ട് ഡേ ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടില്ല. ഓക്കെ, ഇനിയിപ്പം ഇത് ഇവിടുന്ന് മുകളിലോട്ട് വീണ്ടും പോകാൻ ചാൻസ് ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ട്രംപിൻ്റെ കാര്യങ്ങളും ട്രംപ് ചൈനയായിട്ടുള്ള വിഷയങ്ങളൊക്കെ ഒരുവിധം സോൾവായി, യുദ്ധങ്ങളൊക്കെ അവസാനിച്ച് കഴിഞ്ഞാൽ ഇത് മാർക്കറ്റ് താഴെ പോരും. പിന്നെ ഈ ഒരു അതിൻ്റെ ഒരു സൂചനയാണ് ഈ മുകളിൽ വെച്ചിട്ടൊരു സെല്ലിങ് നടന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ എന്തായാലും നമ്മുടെ ടാർഗറ്റിനകത്തൊരു ക്ലോസിങ് ഈ ആഴ്ച നമുക്ക് ക്ലോസ് ചെയ്യുമ്പോൾ ഇപ്പോൾ എന്തായാലും ഇന്നോടുകൂടി ക്ലോസിങ് തീരുമല്ലോ. അപ്പം ഇത് ഈ ഒരു ടാർഗറ്റ് തന്നെയാണ്, ടാർഗറ്റിന് താഴെയാണ് ക്ലോസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത എന്താണെന്ന് നോക്കാം. നമുക്കത് ഇതിൻ്റെ പാറ്റേണിൻ്റെ ഒരു ഇത് ഞാൻ കാണിക്കാം. നമുക്ക് നോക്കിയാൽ അറിയാം. ഓക്കെ, നമ്മളെ ടാർഗറ്റ് നമ്മൾ ഈ ഒരു പാറ്റേൺ അനുസരിച്ച് നമ്മളെ ടാർഗറ്റ് കറക്റ്റായിട്ട് ഹിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം അപ്പോൾ നിങ്ങൾ നോക്കിയാൽ അറിയാം. ഓക്കെ, അപ്പം ഇതിന് താഴോട്ട് പോകാൻ ഇനി നമുക്കൊരു ക്രാഷ് വരാനാണ് സാധ്യത. ഓക്കെ, അത് ടൈം എടുക്കും. ഗോൾഡ് പെട്ടെന്ന് ക്രാഷ് ആവത്തില്ല. കാരണം മറ്റ് ബാങ്കുകളും അതേപോലെ അമേരിക്ക, ചൈന, പല രാജ്യങ്ങളും ഇത് നല്ല ബൾക്കായിട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ചൈനയൊക്കെ ഇപ്പോഴാണ് ഹോൾഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ല രീതിയിൽ. അപ്പോൾ അതൊക്കെ ഒരു പ്രോബ്ലമാണ്. പക്ഷെ എന്തായാലും ഒരു ഹൈയിൽ നിൽക്കും. ഇനി ഇവിടുന്ന് ബിറ്റ്കോയിന് ഒരു കാരണം നമ്മൾ പണ്ട് തൊട്ടേ ക്രിപ്റ്റോയിൽ നമുക്ക് ക്രിപ്റ്റോ അല്ലെങ്കിൽ ഓഹരി വിപണിയിൽ ബന്ധപ്പെടുന്നവർക്കറിയാം, ആദ്യം ബിറ്റ്കോയിൻ റൺ ചെയ്യുന്നതിന് മുമ്പേ തന്നെ ഗോൾഡ് ആയിരിക്കും നല്ല രീതിയിലുള്ളൊരു ഹൈയിലോട്ട് പോകുന്നത്. ഗോൾഡ് പോയിട്ട് ഒരു മാസത്തെ ഗ്യാപ്പിൽ ബിറ്റ്കോയിൻ അതിൻ്റെ പുറകെ അതേ രീതിയിൽ ഗോൾഡിനെ ഫോളോ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അതേപോലെ അതിനുശേഷം ബിറ്റ്കോയിനെ ഫോളോ ചെയ്ത് എത്തേറിയം ആയാലും മറ്റു ആൾ കോയിൻസ് ആയാലും പോകും. അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ അതാണ് നമുക്കിനി കാണാൻ ഇരിക്കുന്നത്. ഓക്കെ, അപ്പം ഇന്ന് ഞാൻ ഗോൾഡിൻ്റെ ഇനി മാർക്കറ്റിൽ ഏത് രീതിയിലത് ഒരു താഴോട്ട് വന്നാൽ, ഓക്കെ, താഴോട്ട് വരാൻ കുറച്ച് ടൈം എടുക്കും. കാരണം എന്ന് പറഞ്ഞാൽ ഗോൾഡാണ് അത്ര പെട്ടെന്നൊരു ഹൈയിലോട്ട് ഇപ്പം ഈ ടൈമിൽ ഇത്ര ഹൈയിലോട്ട് പോയെങ്കിലും വീണ്ടും ഒരു ലോയിലോട്ട് വരാൻ കുറച്ച് ടൈം എടുക്കും. ഓക്കെ, പിന്നെ മാത്രമല്ല RSI ഏതാണ്ട് 90ക്ക് എബോവ് ആണ്. ഗോൾഡിൻ്റെ RSI 90ക്ക് എബോവ് ആണ്. 90ക്ക് എബോവ് വന്നു കഴിഞ്ഞാൽ ഏത് സമയവും നല്ലൊരു ക്രാഷ് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഗോൾഡിൻ്റെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനം ആയിട്ടുണ്ട്. പക്ഷേ നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം മാർക്കറ്റിലെല്ലാവരും ഗോൾഡ് വാങ്ങുന്നതിനെ കുറിച്ചല്ല, ഈ ഓൺലൈൻ ETF അത് ഇതും ഒക്കെ ട്രേഡ് ചെയ്യുന്നവരത് ബൾക്കായിട്ട് സെല്ല് ചെയ്യുമോ ഇല്ലയോ എന്നനുസരിച്ചിരിക്കും വലിയ ക്രാഷ്. അല്ലെങ്കിൽ സ്ലോയിൽ മാത്രമേ അതൊരു ക്രാഷിലോട്ട് പോകാൻ സാധ്യതയുള്ളൂ. സ്ലോയിൽ അത് ചിലപ്പോൾ 1-2 വർഷം എടുക്കും. അതിൻ്റെ ഒരു 1 വർഷം 1.5 വർഷമൊക്കെ എടുത്തായിരിക്കും അതിൻ്റെ ഒരു ബോട്ടത്തിലോട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഗോൾഡ് ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ടൈമൊന്നുമല്ല. ഗോൾഡിനെ സംബന്ധിച്ച് നമ്മൾ വാച്ച് ചെയ്യുക. ഗോൾഡ് എന്തായാലും ഒരു ചെറിയൊരു നമുക്കൊരു ലോയിൽ കിട്ടും. ഓക്കെ, അപ്പോൾ താങ്ക് യു.